എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞൊരു നാടൻ ഉപ്പേരിയുടെ റെസിപ്പിയാണ്. കൊത്തമരയ്ക്ക ഉപ്പേരി അഥവാ തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോണത്. ചോറിന് കൂട്ടാനായിട്ട് വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. ഇപ്പോൾ കൊത്തമരയ്ക്ക കഴിക്കാത്തവരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കൊത്തമരയ്ക്ക് ചെറിയൊരു കയ്പ്പ് രസമുണ്ട്. അപ്പോൾ ആ കയ്പ്പ് രസമൊന്നും തീരെ നമുക്ക് തോന്നില്ല. നല്ല രുചിയോടുകൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 300 ഗ്രാമോളം കൊത്തമരയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ ഇതായിട്ട് മുറിച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയണ മാതിരി അരിഞ്ഞിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നാടൻ കറികളും ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ ഉഴുന്നൊന്ന് ജസ്റ്റ് ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല മണവും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളവർ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാത്തവർ സവാള മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ. എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കൊത്തമരയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ചട്ടി ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിപിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 മുതൽ 1/4 ഉള്ളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പം നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിതിലേക്ക് ഇത് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് മാത്രം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഏകദേശം എന്തൊരു 6-7 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. വെള്ളം നമ്മൾ അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു തേങ്ങയുടെ ഒരു മിക്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടത്. നമുക്ക് ചിരകിയ തേങ്ങയാണെങ്കിലും എടുക്കുക. ഒരു ഫുൾ തേങ്ങയുടെ ഹാഫേ ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവർക്ക് 2-3 ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു 5-6 ഇല കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എരിവിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചമുളകാണ് ഇഷ്ടമുള്ളവർക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി നമ്മൾ ചിരകിയ തേങ്ങയാണെങ്കിൽ കൂടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കേട്ടോ കൂടുതൽ രുചി ഉണ്ടാവുക. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കൊത്തമരയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതൊരു 1/4 വേവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ അവിടെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൽ ഉപ്പേരിയിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ നല്ല ചൂടുകാലമൊക്കെ ആണല്ലോ. അപ്പോൾ തേങ്ങയിട്ട കറികളാണെങ്കിലും ഉപ്പേരികളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ച് ഇതുപോലെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവന്ന് പോവില്ല കേട്ടോ. അപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുകയാണെങ്കിലും കേടുവന്ന് വന്ന് പോവില്ല. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൊത്തമരയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കൊത്തമരയ്ക്ക കറക്റ്റ് വേവാണ്, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിനുള്ള വേവേ ആയിട്ടുള്ളൂ.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഈ ഒരു റെസിപ്പി ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.